എല്ലാവർക്കും സെഞ്ചി SLTലേക്ക് സ്വാഗതം. അപ്പം ഇത് മോസ്റ്റ് റെക്കമെൻഡഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടൈം ടേബിൾ ആണ് ഞാൻ ഇന്നത്തെ സെറ്റ് ചെയ്തേക്കുന്നത്. ഫുൾ A+ നേടുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മുഴുവനായി കണ്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ പറയുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യാൻ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ A+ ഉറപ്പാണ്. ആദ്യം നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ, ഈ ടൈം ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പൊ നമുക്ക് ആദ്യമേ ആ ബെനിഫിറ്റ് ഏതൊക്കെയെന്നൊക്കെ അറിയാം. ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റുട്ടീൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റുട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, സ്ട്രെസ് ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന്റെ ഒക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്തിട്ടില്ലേ ലാസ്റ്റ് മിനിറ്റ് പാനിക് എന്ന് പറയുന്ന സംഭവം? അതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങളാണെന്നുണ്ടെങ്കിൽ അയ്യോ അത് പഠിക്കാനുണ്ട്, അയ്യോ ഇത് പഠിക്കാനുണ്ട്, ഞാൻ ഇത് പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾക്ക് വരാറില്ലേ? അങ്ങനെയുള്ള ചിന്തയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റുട്ടീൻ ഉണ്ടെങ്കിൽ. അതൊക്കെ നമ്മുടെ ഈ ടൈം ടേബിളിനകത്തുണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും ഡെയിലി. അതുപോലെ മന്ത്ലി ഒക്കെ നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ പറ്റും. ദെൻ അടുത്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾ സബ്ജക്ട് എന്താണ് ഗെറ്റ് ഈക്വൽ ഫോക്കസ് ആണ് കൊടുത്തിരുന്നത്. നമുക്ക് ഓരോ സബ്ജക്റ്റും എന്താണ് ഈക്വൽ ആയിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. മാത്സിനാണെന്നുണ്ട് മാത്സിന്, മലയാളത്തിനാണെന്നുണ്ട് മലയാളം, അതുപോലെ സയൻസിനാണെന്നുണ്ട് സയൻസിനും, സോഷ്യലിന്, അങ്ങനെ എല്ലാത്തിനും നല്ല രീതിയിലാണെന്നുണ്ട് ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ടൈം ടേബിൾ നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടൈംഡ് പ്രാക്ടീസ് ഈക്വൽ ടു എക്സാം കോൺഫിഡൻസ്. നമുക്ക് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിന് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര പഠിച്ചു എന്ന് കണ്ട് കാര്യമില്ല, നമ്മൾ എത്ര രീതിയിൽ പ്രാക്ടീസ് ചെയ്തു, ആ പ്രാക്ടീസ് ചെയ്തതിനനുസരിച്ചാണ് നമുക്കാണെന്നുണ്ടെങ്കിൽ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ചിലരാണെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്കിതെല്ലാം അറിയാവുന്നതായിരുന്നു എക്സാമിന്റെ സമയത്ത്, പക്ഷെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ പറയില്ലേ ചിലര്. നിങ്ങൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇതെല്ലാം എല്ലാം മാറ്റാൻ പറ്റും ഈ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്ത് ടൈം പ്രാക്ടീസ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാക്കിംഗ് ആണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ലെവലിൽ എത്തിയല്ലോ, ഞാൻ അത് പഠിച്ചല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ എത്തിയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പഠിക്കാനായിട്ടുള്ള ഒരു തോന്നലുണ്ടാവും, മോട്ടിവേഷൻ ഉണ്ടാവും. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ട ആളുകൾക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരിക. ആ സമ്മാനം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. SSLCക്ക് നിങ്ങൾക്ക് ഫുൾ A+ നേടാൻ നിങ്ങൾക്ക് ഒരു ബാച്ച് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പം ആ ബാച്ചിന്റെ പേരാണ് അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. അസ്ത്ര ബാച്ചിലൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം പോകുന്നതായിരിക്കും. ആ ക്ലാസ്സസ് എല്ലാം റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്, വൺ ഷോട്ട് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്, സമ്മറീസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ്, SSLCക്ക് ഫുൾ A+ നേടാൻ ആവശ്യമുള്ള എല്ലാ നോട്ട്സും അതിനകത്ത് വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരും, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്തൊക്കെ ചെയ്ത് തരും. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം. അങ്ങനെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങളും എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമന്റിനകത്തും ഡിസ്ക്രിപ്ഷനകത്തും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ, അതിനകത്ത് നിങ്ങൾ കയറി ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ടൈം ടേബിളിലേക്ക് പോകാം. ടൈം ടേബിളിൽ ഞാൻ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ഡേയ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ടേബിൾ, അതെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന ടൈമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ടേബിൾ ആണിത് കേട്ടോ. then അതിനുശേഷം പിന്നെ വീക്കെൻഡ് ഉണ്ടാകും, നമുക്ക് ഹോളിഡേയ്സിനകത്തൊക്കെ വരുന്ന ദിവസം. ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഡേയും അതുപോലെ തന്നെ സാറ്റർഡേ ഒക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, ആ ടൈമിനകത്ത് യൂസ് ചെയ്യുന്ന ടൈം ടേബിൾ. പിന്നെ നമുക്ക് മന്ത്ലി ഗോൾസ് ഉണ്ട്, ആ മന്ത്ലി ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യണം. then ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ടൈം ടേബിളിനകത്ത് വരുന്നത്. then ടൈം ടേബിളിനകത്ത് നമുക്ക് വർക്കിംഗ് ഡേയ്സിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 5:30 എണീക്കണം. 5:30 എണീറ്റിട്ടാണെന്നുണ്ടെങ്കിൽ 5:06 തൊട്ട് 5:45 വരെ ടൈമിനകത്ത് നമ്മൾ ഫ്രഷ് അപ്പ് ചെയ്യേണ്ട ടൈമാണ്. ആ ടൈമിനകത്ത് നമുക്ക് കാണുന്നുണ്ട് പല്ല് തേക്കാം, മുഖം കഴുകാം, അങ്ങനെയൊക്കെ ചെയ്യുക. അതിനുശേഷം നമ്മൾ പഠിക്കാനിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാത്സ്, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, സയൻസ്, ഈ സബ്ജക്റ്റ് വേണം ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ പഠിച്ചത് മാത്സ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ എന്തായിരിക്കണം, നെക്സ്റ്റ് ഡേനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ഏതായിരിക്കണം, സയൻസ് ആയിരിക്കണം. ദെൻ പിന്നെ എന്താണ്, നമ്മൾ പിന്നെ മാത്സ് പഠിക്കുക, പിന്നെ എന്താ ചെയ്യുക, പിന്നെ സയൻസ് പഠിക്കുക. അതങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്ന് മാറ്റി ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സിനകത്ത് നിങ്ങൾ ഈ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് പോവുക. ദെൻ പിന്നെ 6:45 തൊട്ട് 7:15 വരെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ ഈ സമയത്ത് നമുക്ക് ബാത്ത് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നമുക്കാണെന്നുണ്ടെങ്കിൽ ഉള്ളത് 7:15 തൊട്ട് 8 മണി വരെയാണ്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടൈമിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം റൊട്ടേറ്റ് ആയിട്ട് സബ്ജക്റ്റ് മാറ്റി നമുക്കാണെങ്കിൽ പഠിക്കാം. ഇവിടെ നമ്മൾ ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോക്കസ് ചെയ്യുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള ഏരിയ ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയിട്ട് അത് പഠിക്കാൻ നോക്കുക. ഇപ്പം ഓരോ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, നല്ലപോലെ എക്സാമിന് ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഉണ്ടായിരിക്കും. നമുക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു എക്സാമിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ഉള്ള 100% ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. പക്ഷെ ആ പഠിക്കുന്നതിനകത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ ചോദ്യപേപ്പർ വരുന്നത് എപ്പോഴും 20% ഭാഗത്തു നിന്നായിരിക്കും. 20% നിന്നായിരിക്കും മോസ്റ്റ്ലി എന്ത് വരുന്നത്,
ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ 20% ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്തിയിട്ട് അതാണ് 7:15 തൊട്ട് നമ്മൾ 8 മണി വരെയുള്ള സമയത്ത് നമ്മൾ പഠിക്കേണ്ടത്. ദെൻ അത് ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ രീതിയിൽ നമ്മളത് പഠിക്കണം കേട്ടോ. ഇപ്പം ഇന്ന് മാത്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഫിസിക്സോ കെമിസ്ട്രിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സയൻസ് എടുക്കുക. അങ്ങനെ മാറി മാറി ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകണം. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണി തൊട്ട് 8:30 വരെയാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കേണ്ട ടൈമാണ്. അതിനുശേഷം 8:30 തൊട്ട് 5 PM വരെ എന്താണ് സ്കൂൾ ടൈമാണ്. നമുക്ക് സ്കൂളിൽ പോകേണ്ട ടൈമാണ്. അത്ര വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ 5 മണി തൊട്ട് നമുക്ക് 6 മണി വരെ നമുക്ക് സ്നാക്ക് ഒക്കെ കഴിക്കാം. അതുപോലെ തന്നെ ബ്രേക്ക് ടൈം ഒക്കെയാണ്. അപ്പം നമുക്ക് അതിന് ശേഷം നമ്മൾ 6 മണി തൊട്ട് 7 മണി വരെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഹോംവർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ്സിനകത്ത് നോട്ടൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈം നമുക്ക് വേണമെങ്കിൽ പ്രയറിനായിട്ട് യൂസ് ചെയ്തെന്ന് ഓർത്തും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് പ്രയറിന് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ടൈം നമ്മൾ പ്രയറിന് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമല്ലോ, ആ സ്റ്റഡിയിലേക്ക് നമുക്ക് ആ ഹോംവർക്കിനെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് എന്തിനേക്ക് കൊടുക്കാം, മെയിൻ ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ലാംഗ്വേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രെയർ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം 6 മണി തൊട്ട് 7 മണി വരെയുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഹോംവർക്കും അതുപോലെ തന്നെ ക്ലാസ് നോട്ടൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാം. ക്ലാസ്സിൽ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. ദെൻ 7 മണി തൊട്ട് 8 മണി വരെയുള്ള ടൈമിനകത്ത് നമ്മൾ മെയിനായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ടൈമാണ്. അവിടെ നമുക്ക് മാത്സ്, സയൻസ്, സോഷ്യൽ, അപ്പോൾ അതൊക്കെ പഠിക്കുക. ദെൻ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 8 മണി തൊട്ട് 8:30 നമ്മളാണെന്നുണ്ടെങ്കിൽ ഡിന്നർ കഴിക്കുക. നേരത്തെ ഡിന്നർ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ദെൻ പിന്നെ 8:30 തൊട്ട് 9:30 വരെയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ്. അതിനുശേഷം 9:30 തൊട്ട് 10:30 വരെ എന്താണ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും റീക്യാപ്പ് ചെയ്ത് വെക്കുക. റീക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക, ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിനകത്ത് ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ 10:30 ആകുമ്പോൾ കിടന്നുറങ്ങാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ A+ൻ്റെ ഉള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പായി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. ഇത് തന്നെ ചെയ്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. ദെൻ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീക്കെൻഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ, അവധിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള റീക്യാപ്പാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരാഴ്ച നമ്മൾ ഒരാഴ്ചയാണെന്നല്ലോ വീക്കെൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ആഴ്ചയിനകത്ത് വന്നേക്കണ കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വീക്കെൻഡിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് റീക്യാപ്പ് ചെയ്യുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി തൊട്ട് 7 AM വരെയാണ്. അപ്പം ഞാൻ അതിന് മുമ്പുള്ള ടൈമിനൊക്കെ ഞാനിവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, വേണമെങ്കിൽ പഠിക്കാം. നമ്മൾ ഇത്രയും ടൈം മാത്രം ഇന്നത്തെ കൊടുത്തേക്കുന്ന ടൈമൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. അപ്പം അല്ലാതെ ഞാനാണെന്നുണ്ടെങ്കിൽ വലിയതായിട്ടൊന്നും രീതിയിൽ അത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള രീതി ഇന്ന പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ക്ലിയർ ആയിട്ട് കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വളരെ ചെറിയ ടൈം മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ആ ടൈമിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ 7 മണി തൊട്ട് 8 AM വരെയാണ് ലൈറ്റ് ആയിട്ടുള്ള റീക്യാപ്പ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം 9 AM തൊട്ടാണെന്നുണ്ടെങ്കിൽ 11 AM വരെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് മാത്സിനകത്തും സയൻസിനകത്തും, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുന്ന ടൈമാണ്. പിന്നെ 11:30 തൊട്ട് 1 മണി വരെ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ടായിട്ടുള്ള എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാത്തും ചെയ്യാം. ഓക്കെ, അവിടെ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. അവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പറാണ് കേട്ടോ. ഇവിടെ ടെസ്റ്റ് പേപ്പർ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേപ്പറാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു മിനി ടെസ്റ്റാണ് അവിടെ നടത്തുന്നത്. മിനി ടെസ്റ്റ് പേപ്പർ കേട്ടോ. അതെൻ്റെ ഞാൻ എഴുതിയത് മാറിപ്പോയതാണ് കേട്ടോ, സോറി. മിനി ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പർ, ഒരു ടെസ്റ്റ് പേപ്പർ എടുത്ത് നമ്മൾ ജസ്റ്റ് ആയിട്ട് ഒരു മിനി ടെസ്റ്റ് എടുത്ത മോക്ക് ടെസ്റ്റ് ഇല്ലേ, ആ മോക്ക് ടെസ്റ്റാണ് ഇവിടെ നടത്തുന്നത്. ദെൻ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ റീവിസിറ്റ് ആയിട്ടുള്ള വീക്ക് ഏരിയാസ് നമുക്കാണെന്നുണ്ടെങ്കിൽ 2 മണി തൊട്ട് 3:30 വരെയുള്ള ടൈമിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒത്തിരി വീക്കായിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കും ഓരോ സബ്ജക്റ്റിനകത്ത്. മാത്സ് ആയിരിക്കും മിക്ക ആളുകൾക്കും, പിന്നെ ചിലർക്ക് ഫിസിക്സ് പാടായിരിക്കും, ചിലർക്ക് കെമിസ്ട്രിനകത്ത് ചില പോയിന്റൊക്കെ എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്ന ടൈമാണ് ഈ ടൈം. ദെൻ അതിനുശേഷം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് കാർഡ്, അതുപോലെ തന്നെ മൈൻഡ് മാപ്പ്, അതുപോലെ കാർഡ്സ്, ഇങ്ങനെയുള്ള ചാർട്ട്സ്, അതുപോലെ മാംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. നോട്ടൊക്കെ നമ്മളുടെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അതൊക്കെ ചെയ്യേണ്ടതാണ് 4:30 തൊട്ട് 5 മണി വരെയുള്ള ടൈം. അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും റിവിഷൻ്റെ ടൈമിനകത്ത്. അപ്പോൾ നിങ്ങളത് ഇപ്പോഴേ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അത് ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇപ്പോഴേ തന്നെ യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഫ്ലാഷ് കാർഡ്, അതുപോലെ ചാർട്ട്സ്, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ മൈൻഡ് മാപ്പൊക്കെ ഉണ്ടാക്കുക.
ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയോട് ചോദിക്കാം. ദെൻ പിന്നെ 7 മണി തൊട്ട് 8 മണി വരെയാണെന്നുണ്ടെങ്കിൽ എന്താണ് പാസ്റ്റ് ഇയറിനകത്ത് നമുക്കാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ചെയ്യുക. എല്ലാം നമുക്ക് പ്രീവിയസ് ഇയർ ചാപ്റ്റേഴ്സ് ഇല്ല, നമുക്കാണെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. പക്ഷെ ചില ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ സിലബസിനകത്തൊക്കെ ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് പഠിക്കുക. ചിലതാണെന്നുണ്ടെങ്കിൽ ചില ടോപ്പിക്സ് ഒക്കെ നേരത്തെ 9ാം ക്ലാസ്സിലുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 9ാം ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും പണ്ടത്തെ, അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക. അങ്ങനെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതും പഠിക്കാൻ നോക്കുക. ദെൻ പിന്നെ ഉള്ളത് ഡിന്നറാണ്. ഡിന്നർ നമുക്കാണെന്നുണ്ടെങ്കിൽ 8 മണി തൊട്ട് 8:30 വരെ. ദെൻ പിന്നെ ആണെന്നുണ്ടെങ്കിൽ 8:30 തൊട്ട് 10:30 വരെ എന്താണ് വാച്ച് യൂട്യൂബ് വീഡിയോസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളതാവണം. സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവണം ഇവിടെ നമ്മളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് കാണാൻ. പിന്നെ 10:30 ആകുമ്പോൾ സ്ലീപ്പ് ചെയ്യുക, അപ്പോൾ ഉറങ്ങാൻ പോവുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഇനി മന്ത്ലി ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജൂണിനകത്ത് നമ്മൾ ഫൗണ്ടേഷൻ ആണ്. നമ്മൾ മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ഒരു തവണ റീഡ് ചെയ്താൽ മതി, വൺസ് റീഡ് ചെയ്യുക കേട്ടോ, റീഡ് ചെയ്യണം. പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കണം. ജൂലൈ തൊട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ മിനി ടെസ്റ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റിനകത്ത് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാൻ മിനി ടെസ്റ്റ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ടെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, മിനി ടെസ്റ്റ് പേപ്പറിന്. അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കെൻഡിനകത്താണ്. ആ വീക്കെൻഡിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആഗസ്റ്റ് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓരോ 2 ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഇപ്പം ഞാനാണെങ്കിൽ പറയുവാണ്, നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് എടുത്തു, അതുപോലെ തന്നെ കെമിസ്ട്രി എടുത്തു. അപ്പം കെമിസ്ട്രിനകത്ത് ഒരു ചാപ്റ്റർ തീർന്നു, അതുപോലെ തന്നെ ഫിസിക്സിനകത്ത് ഒരു ചാപ്റ്റർ തീർന്നു. അങ്ങനെ ഇതിനകത്ത് രണ്ടിലും ചാപ്റ്റർ തീർന്നപ്പോൾ 2 ചാപ്റ്റർ അല്ല, അങ്ങനെ 2 ചാപ്റ്റർ ഏതെങ്കിലും. ഇപ്പം ഫിസിക്സിൽ തന്നെ 2 ചാപ്റ്റർ തീരാം. അങ്ങനെ 2 ചാപ്റ്റർ തീർന്ന് ഇടയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളാണെന്നുണ്ടെങ്കിൽ മിനി ടെസ്റ്റ് സീരീസ് കൊടുക്കണം, നമ്മൾ അറ്റൻഡ് ചെയ്യണം. ദെൻ അതേപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റത്തെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കുക. എല്ലാം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ സമയം ആയപ്പോഴേക്കും തന്നെ ടീച്ചേഴ്സ് എല്ലാം ചിലപ്പോൾ പഠിപ്പിച്ച് തീർന്നേക്കാം. ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടോപ്പിക്സും കൂടി മാത്രമായിരിക്കും പഠിപ്പിക്കാനുള്ളത്. ചിലപ്പോൾ ഇനി ഒത്തിരി ടോപ്പിക്സ് ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇപ്പം നമ്മൾ പഠിപ്പിച്ച് തീർത്തേക്കണ എത്ര ടോപ്പിക്കാണ് അതുവരെ നല്ല രീതിയിൽ പക്കയാക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കാനുള്ള ടോപ്പിക്സ് ഒക്കെ ഏതൊക്കെയാണോ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എല്ലാം ഒന്ന് ക്വിക്കായിട്ട് നിങ്ങൾ നോക്കുക. അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ടൊക്കെ എഴുതി നോക്കുക. അങ്ങനെ ഒന്ന് റിവ്യൂ ചെയ്യുക. അതിനുശേഷം അതിനൊന്ന് റിവ്യൂ ചെയ്യുക. അതൊക്കെയാണ് സെപ്റ്റംബറിൽ അത് ചെയ്യേണ്ടത്. ദെൻ പിന്നെ ഒക്ടോബർ ടു നവംബറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ റൗണ്ട് ഓഫ് റിവിഷൻ. ഇതെല്ലാം നമ്മളിപ്പോൾ ഈ സെപ്റ്റംബറിലോട്ട് നമ്മളാണെങ്കിൽ നമ്മുടെ രീതിയിൽ എന്ത് ചെയ്യണം, എല്ലാ സബ്ജക്റ്റും തീർത്ത് വെച്ചിடும். പക്കയായിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആക്കി നമ്മൾ സെറ്റാക്കി വെക്കണം. ദെൻ അതിന് ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ നമ്മൾ ചെയ്യുക. അങ്ങനെ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ഏതൊക്കെ തീർന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പക്കയായിട്ട് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. മറ്റേതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഉഴപ്പരുത്, പക്ഷെ ചെറിയ രീതിയിൽ റിവിഷനും അതിൻ്റെയും ചെയ്യണം. ദെൻ അതിനുശേഷം ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഏകദേശം എല്ലാ പോർഷനും തീർന്നിട്ടുണ്ടാവും. അങ്ങനെ തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തീർന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് റൗണ്ട് ഓഫ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പിന്നെ എന്താണ്, ജനുവരിനകത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫൈനൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പം നമുക്ക് മോഡൽ എക്സാം ഒക്കെ വരുന്നത് ഫെബ്രുവരി ഒക്കെ ആയിരിക്കും. അപ്പം ജനുവരി ആയിരിക്കില്ല, ഫെബ്രുവരി ആയിരിക്കും മോസ്റ്റ്ലി മോഡൽ എക്സാം വരുന്നത്. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മളിവിടെ വരുന്നത്, ഫൈനൽ പ്രിപ്പറേഷൻ ആണ്. അപ്പം നമുക്ക് മോഡൽ എക്സാമിനുള്ള പ്രിപ്പറേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഭാഗമായിട്ട് നമ്മളാണെങ്കിൽ പല ഫുൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിൻ്റെയും എക്സാമിന് വരുന്ന അതേ ടൈപ്പുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. മോഡൽ എക്സാമിനായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ അല്ലാതെ മോഡൽ എക്സാംസ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉണ്ട്, ഇപ്പം നമ്മൾക്ക് തന്നെയുണ്ട്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത് നോക്കേണ്ട ടൈമാണ് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൽ പ്രിപ്പറേഷൻ. പിന്നെ ഫെബ്രുവരിനകത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ പതുക്കെ ശാന്തമായിട്ടിരിക്കണം. അതുപോലെ തന്നെ എല്ലാം റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം മടി പിടിക്കരുത്. അവിടെ എല്ലാം ഞാൻ പഠിച്ചല്ലോ എന്ന് കരുതി ഇരിക്കുന്ന ടൈം ആക്കരുത് ഫെബ്രുവരി. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്രൂഷ്യലാണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ടച്ച് ആണ്, നമുക്ക് എക്സാം വരും ടൈമാണ്. അപ്പം നിങ്ങൾ എഴുതുക, എന്താണ് SSLCക്ക് ഫുൾ A+ നേടുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പം ഞാൻ
എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിൽ താങ്ക് യു വാച്ച് ചെയ്തതിന്. അപ്പം നിങ്ങളിത് ഫോളോ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ എ പ്ലസ് നേടുക. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ചോദിക്കാം. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കമൻറ്റ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്തിടാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ തരും. അതുപോലെ തന്നെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. ദെൻ അതുകൊണ്ട് തന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.